ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹം എല്ലാ കാലത്തും സ്ത്രീകളോടും പെൺകുട്ടികളോടൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന ഒരാളാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയും ഞാനും ഒക്കെ ഉൾപ്പെട്ട ഒരു പരിപാടിയിലാണ് ഇതിൻ്റെ ഈ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം നടന്നത്. അന്ന് മിനിസ്റ്റർ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടോ വാചകം കൊണ്ടോ ഒരു വ്യക്തികളെ അളക്കരുത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം എപ്പോഴും പൊതുസമൂഹത്തിൽ ഏറ്റവും വളരെ എല്ലാവർക്കും മര്യാദ കൊടുത്തുകൊണ്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു കമൻറ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലായ അദ്ദേഹത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അദ്ദേഹം പൊതുസമൂഹത്തിൽ എപ്പോഴും വളരെ ബഹുമാനത്തോടു കൂടി ഇടപെടുന്നതാണ്. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള ഞാൻ നിലയിൽ പറയാം, ഈ UDF സർക്കാർ സ്കീം കൊണ്ടുവന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പദ്ധതിയാണ് എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും. ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ സ്കീം നടപ്പിലാക്കില്ലല്ലോ. അത് ഏറ്റവും നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സർക്കാരിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും മുഴുവൻ ആളുകളുടെയും ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ സ്കീമിലും നമ്മൾ വെറും വാക്കാൽ പറയല്ല, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളാണ്, അനുഭവങ്ങളാണ്, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ പദ്ധതിയും ആവിഷ്കരിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രയും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, അതിപ്പോൾ നമ്മൾ ഓരോ കാര്യം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. CP ജോൺ എന്ന് പറയുന്ന മിനിസ്റ്റർ, അദ്ദേഹം ഒരുപാട് വർഷക്കാലമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാവരോടും പൊതുസമൂഹത്തിൽ ഏറ്റവും മാന്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ്.